മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ജൂലൈ 17 വെള്ളി. തീവ്രവാദം തടയാനാണോ അതോ മുസ്ലിം സമുദായ അംഗങ്ങളെക്കുറിച്ച് സഹപൗരരിൽ സംശയം വളർത്തി ഒറ്റപ്പെടുത്താനാണോ ഇത്തരമൊരു നിർദ്ദേശം വഴി ഗുജറാത്ത് പോലീസ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഇനി ഇൻഷാ അല്ലാ പറയുമ്പോഴും സൂക്ഷിക്കണം. ഒട്ടേറെ മാധ്യമ പുരസ്കാരങ്ങൾ നേടിയ നിർഭയമായ ചലച്ചിത്ര നിരൂപണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശ്രദ്ധേയമായ മാധ്യമ പ്രവർത്തക അന്ന എം വെട്ടിക്കാട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇൻഷാ അല്ലാ ദൈവം ഇച്ഛിച്ചാൽ എന്ന് കുറിച്ചതിനും വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളോട് ഐക്യപ്പെട്ട് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കഫിയ ധരിച്ച് പങ്കെടുത്തതിനും സംഘപരിവാർ ആൺകൂട്ടത്തിൻ്റെ സൈബർ അധിക്ഷേപങ്ങൾ നേരിട്ടത് ഏതാനും മാസങ്ങൾ മുമ്പാണ്. ആരെന്ത് പറഞ്ഞാലും മനോഹരമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് താൻ തുടരുമെന്നും പുലഭ്യം പറയുന്നവരുടെ ആത്മവിശ്വാസമില്ലായ്മ ഇൻഷാ അല്ലാ മാറട്ടെ എന്നും തനത് ശൈലിയിൽ മറുപടി പറഞ്ഞു അന്ന. എന്നാൽ ഗുജറാത്ത് പോലീസിൻ്റേതെന്ന പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്ന പുതിയൊരു സർക്കുലർ പ്രകാരം സംസാരത്തിൽ അറബി വാക്കുകൾ ഉപയോഗിക്കുന്നതും ആഗോളതലത്തിൽ മുസ്ലിം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രതിഷേധവും അമർഷവുമൊക്കെ രേഖപ്പെടുത്തുന്നതുമൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഗുജറാത്തിൽ പുതുതായി നിലവിൽ വന്ന ആൻറ്റി റേഡിക്കലൈസേഷൻ സെല്ലിനെ സംബന്ധിച്ച് ഗുജറാത്ത് പോലീസ് ഇൻ്റലിജൻസ് സൂപ്രണ്ട് പ്രഫുൽ വാനിയുടെ പേരിലുള്ള നോട്ടീസും ഒരു ചെക്ക് ലിസ്റ്റുമാണ് 3 ദിവസം മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. രഹസ്യ സ്വഭാവമുള്ളത് എന്ന് രേഖപ്പെടുത്തിയ ഗുജറാത്ത് പോലീസിൻ്റെ ഔദ്യോഗിക മുദ്രയും വിലാസവും അടങ്ങിയ ഈ രേഖയുടെ ആധികാരികത പോലീസ് ആസ്ഥാനം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പൗരാവകാശ പ്രവർത്തകരും മാധ്യമങ്ങളും ഉയർത്തിയ ചോദ്യങ്ങളോടും അധികൃതർ പ്രതികരിച്ചിട്ടില്ല. തീവ്രവാദിവൽക്കരണത്തിന് വിധേയരായ ആളുകളെ കണ്ടെത്തി നിരീക്ഷിക്കാനും കൗൺസിലിങ്ങിന് വിധേയമാക്കാനുമായി സർക്കുലർ നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ കണ്ടാൽ ആരും നടുങ്ങിപ്പോകും. താടി വെക്കുക, നിക്കാബ് ധരിക്കുക, അറബി വാക്കുകൾ അടിക്കടി ഉപയോഗിക്കുക, അറബി കോളേജും മദ്രസകളും സന്ദർശിക്കുക, പള്ളികളിൽ ഇത്തിക്കാഫ് ഭജനമിരിക്കുക, ഇസ്ലാമിക ബാധ്യത ചൂണ്ടിക്കാട്ടി പെട്ടെന്ന് പഠനമോ ജോലിയോ ഉപേക്ഷിക്കുക ഇത്യാദി പ്രവർത്തനങ്ങളെല്ലാം ഒരാളെ തീവ്രവൽക്കരണത്തിന് വിധേയമായതിൻ്റെ ലക്ഷണങ്ങളായാണ് ഗുജറാത്ത് പോലീസ് എണ്ണിയിരിക്കുന്നത്. VPN ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും സിഗ്നൽ, എലമെൻ്റ് തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതും നഷീദുകൾ, മുസ്ലിം ഭക്തിഗാനങ്ങൾ പങ്കുവെക്കുന്നതുമെല്ലാം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. മദ്രസകളിൽ പഠിപ്പിക്കുന്ന മൗലവിമാരുടെ ഡയറക്ടറി തയ്യാറാക്കാനും അവർ തീവ്രവാദ പ്രത്യയശാസ്ത്രമുള്ള സംഘടനകളുമായി ബന്ധം പുലർത്തുന്നുണ്ടോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും ഇത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നു. താടി വെക്കുന്നതും പള്ളിയിലിരിക്കുന്നതും ഇൻഷാ അല്ലാ, മാഷാ അല്ലാ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നതുമെല്ലാം മുസ്ലിം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നിരിക്കെ തീവ്രവാദം തടയാനാണോ അതോ മുസ്ലിം സമുദായ അംഗങ്ങളെക്കുറിച്ച് സഹപൗരരിൽ സംശയം വളർത്തി ഒറ്റപ്പെടുത്താനാണോ ഇത്തരമൊരു നിർദ്ദേശം വഴി ഗുജറാത്ത് പോലീസ് ഉദ്ദേശിക്കുന്നത്? ഇത് കടമെടുത്തിരിക്കുന്നത് ഫാസിസത്തിൻ്റെ കൈപ്പുസ്തകങ്ങളിൽ നിന്നാണെന്ന് നിസ്സംശയം പറയാം. ഭീകരതയും തീവ്രവാദവും ഇസ്ലാമിന് വിരുദ്ധമാണെന്നും അതിൽ നിന്ന് അകലം പാലിക്കണമെന്നും രാജ്യത്തെ മുൻനിര ഇസ്ലാമിക പണ്ഡിതരും സംഘടനകളുമെല്ലാം ഏകസ്വരത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നിരിക്കെ ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് മേൽ വ്യാജ ആരോപണങ്ങൾ ചുമത്താനും കള്ളക്കേസുകൾ കെട്ടിച്ചമക്കാനുമുള്ള പ്രക്രിയ എളുപ്പമാക്കുകയാണ് ഈ സർക്കുലർ. വിവിധ സമുദായങ്ങളിൽ തീവ്രവൽക്കരണം നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും വിയോജിപ്പുള്ള ശബ്ദമുയർത്തുന്നവരെ ഉപദ്രവിക്കാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള വഴികൾ തുറന്നു നൽകുന്നതാണ് ഗുജറാത്ത് പോലീസിൻ്റെ നീക്കമെന്നും ഇന്ന് മുസ്ലിങ്ങളെയാണ് ഉന്നമിടുന്നതെങ്കിൽ നാളെ ഒരുപക്ഷെ ദലിതരെയോ ആദിവാസികളെയോ ക്രൈസ്തവരെയോ ലക്ഷ്യം വെച്ചേക്കാമെന്നുമാണ് പൗരാവകാശ പ്രവർത്തക ഷബ്നം ഹാഷ്മി ആരോപിച്ചത്. ഒരു പ്രത്യേക സമൂഹത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന ഏതൊരു നടപടിയും നിയമങ്ങളുടെ തുല്യമായ സംരക്ഷണം എന്ന ഭരണഘടന നൽകുന്ന ഉറപ്പിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവും CPM നേതാവുമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന് കത്തയച്ചിട്ടുണ്ട്. മസ്ജിദുകൾ അന്യായമായി പൊളിച്ചും സംഘടിത നമസ്കാരങ്ങൾക്കും ബലികർമ്മത്തിനും അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും നോമ്പുതുറയെപ്പോലും കുറ്റവൽക്കരിച്ചും BJP സർക്കാരുകൾ ഇതിനകം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് തടയിടുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ ഉത്തരവാദിത്വം പോലും സമുദായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഗുജറാത്ത് പോലീസ് പുറത്തിറക്കിയ സർക്കുലർ വൈകാതെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും ഫോട്ടോ കോപ്പിയെടുത്ത് പുനഃപ്രസിദ്ധീകരിക്കാനും സാധ്യതയേറെയാണ്. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും സാമൂഹികമായി ബഹിഷ്കരിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ വംശഹത്യ നടത്താനും പരസ്യ ആഹ്വാനം ചെയ്യുന്ന സമ്മേളനങ്ങളും പ്രസംഗകരും എമ്പാടുമുണ്ട്. ആൾക്കൂട്ട കൊലകൾ നടത്തി അശിക്ഷിതരായി നടക്കുന്നവരും നിരവധി.
എന്തിനേറെ പറയുന്നു, ഈ സഹസ്രാബ്ദത്തിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങളും വംശീയതയും നടമാടിയ നാടാണ് ഗുജറാത്ത്. എന്നിട്ടും കുഞ്ഞുങ്ങളെ കല്ലിലടിച്ചു കൊന്ന് ഗർഭിണിയെ കൂട്ടബലാത്സംഗം ചെയ്ത അതിക്രമകാരികളുടെ ലക്ഷണങ്ങളൊന്നും ഏമാന്മാർക്ക് കണ്ടെത്താനായില്ല. അതോ സർക്കാർ ഒത്താശയിൽ പുറത്തിറങ്ങിയപ്പോൾ സംഘപരിവാർ പൂമാലയണിയിച്ചും തിലകം ചാർത്തിയും വരവേറ്റ അത്തരക്കാരാണോ പുതിയ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന സാംസ്കാരികളായ പൗരന്മാർ? മാധ്യമം പോഡ്കാസ്റ്റ്.